രാഷ്ട്രീയ ടോക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നിർമ്മാതാക്കളുടെ സംഘടന കൂടിയതിനു ശേഷം സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവർ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ മാത്രം വിലയിരുത്തിയിട്ടാണ് ഒരു സിനിമ വിജയമായോ പരാജയമായോ എന്ന് പ്രഖ്യാപിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അവർ മലയാള സിനിമയിൽ, അതായത് ജനുവരി മാസത്തിൽ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള താരങ്ങളുടെ സിനിമയുടെ വരെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ച് അവർ സിനിമ നഷ്ടമാണെന്ന് പറയുകയും അത് ഏറ്റുപിടിക്കാനുള്ള ചില മാധ്യമങ്ങളും മറ്റു ചില താരങ്ങളുടെ ആരാധകരും വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിർമ്മാതാക്കൾ പറയുന്നത് മുഴുവൻ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷനാണ്. ഒരു സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത്, തിയേറ്റർ കളക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഓവർസീസ് കൂടെ ചേരുന്നതാണ്. അല്ലാതെ നമ്മളിപ്പോൾ OTT റൈറ്റ് വിറ്റതിൻ്റെ തുകയോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ് വിറ്റതിൻ്റെ തുകയോ ഒന്നും നമ്മൾ തൽക്കാലം ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. കാര്യം ഒരു തിയേറ്റർ റണ്ണിൽ, ഒരു തിയേറ്ററിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എന്ത് കളക്ഷൻ കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിനോടൊപ്പം നമ്മുടെ ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷനും അതോട് തന്നെ ഓവർസീസ് കളക്ഷനും എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഒരു സിനിമ വിജയിച്ചോ ഇല്ലയോ, തിയേറ്ററിൽ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത്. ബാക്കിയെല്ലാം ബിസിനസ് കളക്ഷനാണ്, OTT സാറ്റലൈറ്റ് റൈറ്റ് അതൊക്കെ വിറ്റ വകയിലുള്ളത്. അപ്പോൾ ഇപ്പം വീണ്ടും അവരുടെ വെള്ളിത്തിര എന്ന് പറയുന്ന ചാനലിൽ കൂടെ നിർമ്മാതാക്കൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കഴിഞ്ഞ മാസങ്ങളിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും പരാജയപ്പെട്ടു. അതിൽ എല്ലാവരും വലിയ രീതിയിലുള്ള വിജയം നേടിയെന്ന് കരുതുന്ന കുഞ്ചാക്കോവൻ നായകനായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം ഉൾപ്പെടെയുള്ളത് പരാജയപ്പെട്ടു. ഇപ്പോൾ ഉണ്ണിമൂന്നൻ്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി 10 കോടിക്ക് മുകളിൽ മുടക്കുകയും 1.5 കോടി മാത്രം തിരികെ കിട്ടുകയും ചെയ്തതാണ് സുരേഷ് കുമാർ പറയുന്നത്. അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന കുഞ്ചാക്കോവൻ്റെ സിനിമയ്ക്ക് തന്നെ 13 കോടി മുടക്കിയിട്ട് 11 കോടി തിരിച്ചു പിടിച്ചു എന്നാണ്. അപ്പോൾ ആ സിനിമകളെല്ലാം നഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെ കുഞ്ചാക്കോവൻ രംഗത്ത് വന്നതായിട്ടാണ് വാർത്ത. കുഞ്ചാക്കോവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ നഷ്ടമാണെന്ന് പറയുന്ന നിർമ്മാതാക്കളുടെ സിനിമയിൽ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാം. കാര്യം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കളക്ഷൻ നിർമ്മാതാക്കൾ ഈ പറഞ്ഞ കണക്ക് നിർമ്മാതാക്കൾ എടുത്തോട്ടെ, അത്തരത്തിലുള്ള ഒരു കളക്ഷൻ ഇതിനകത്ത് കൂട്ടണ്ട, അത് കാര്യം നിർമ്മാതാക്കൾക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഓവർസീസിൽ ഒരു സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ OTT റൈറ്റ്, സാറ്റലൈറ്റ് റൈറ്റ് ഇത് വിറ്റതിൻ്റെയൊക്കെ തുക എനിക്ക് തരണം. കാര്യം ഇതെന്തായാലും നിർമ്മാതാക്കൾ കൂട്ടുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ചാക്കോവൻ പറഞ്ഞിരിക്കുന്നത്. കാര്യം സുരേഷ് കുമാറിനെ പോലെ അല്ലെങ്കിൽ ഇത്രയും മുതിർന്ന സിയാദ് കോക്കറിനെയൊക്കെ പോലുള്ള നിർമ്മാതാക്കൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അസംബന്ധം വിളിച്ചു പറയാൻ പാടില്ല. ഒരു സിനിമയെ തകർക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിന്റെ പുറത്ത് മാത്രമാണ് ഈ ഒരു വെള്ളിത്തിര എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ മാത്രം കണക്കാക്കിക്കൊണ്ടൊരു സിനിമ വിജയിച്ചോ ഇല്ലയോ എന്ന് പറയുന്നത്. കാര്യം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് 19-20 ദിവസം കൊണ്ട് 28 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്ന് സാക്മിൽക്കിന്റെ പേജിൽ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുകളിലോട്ട് കളക്ഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ഞാൻ ആ പേജിൽ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 28-30 കോടി കടുപ്പിച്ച് കളക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ഷൻ നേടി വലിയ രീതിയിലുള്ള ഒരു വിജയം നേടിയെന്ന് പറയുന്ന ഒരു സിനിമയാണ്. നഷ്ടമാണെന്ന് സുരേഷ് കുമാർ പറയുന്നത്, അത് സുരേഷ് കുമാർ പറയുന്ന കണക്കെന്ന് പറഞ്ഞാൽ 11 കോടി മാത്രമാണ്. കാര്യം അങ്ങനെ ഒരു കണക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മലയാള സിനിമയെ ഒന്നാകെ തകർക്കുക. കാര്യം എല്ലാ മലയാള സിനിമയും നഷ്ടമാണെന്ന് പറയുമ്പോൾ പുതിയതായിട്ട് മലയാള സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വരാതെ ഒഴിഞ്ഞു മാറിപ്പോവും. കാര്യം മലയാള സിനിമ എല്ലാം നഷ്ടമാകുമ്പോൾ അവരുടെ പൈസ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. നേരെ മറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നല്ല ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ചാനൽ ഉണ്ടാക്കി കളക്ഷൻ പുറത്തു വിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറോടും ചോദിക്കേണ്ട, ഒരു പ്രൊഡ്യൂസറോടും ചോദിക്കേണ്ട, സാക്മിൽക്ക് പോലുള്ള ആൾക്കാർ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടും, ഓവർസീസ് കൂടെ ചേർത്തിട്ട് അവരുടെ വെള്ളിത്തിര എന്ന് പറയുന്ന ചാനലിൽ കൂടെ പുറത്തുവിടാം. അവിടെ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഒരു OTT റൈറ്റിന്റെയോ സാറ്റലൈറ്റ് റൈറ്റിന്റെയോ വിറ്റതിന്റെ തുക സുരേഷ് കുമാർ പറയണമെന്നില്ല. അതും കൂടെ ആഡ് ചെയ്തിട്ടൊരു സിനിമയെ വിജയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സുരേഷ് കുമാറിനില്ല. സുരേഷ് കുമാർ അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു തിയേറ്റർ റൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പോൾ പറഞ്ഞ കണക്ക് ഇന്ത്യ ഒട്ടാകെ ഉള്ളതും അത് കേരളം ഉൾപ്പെടെ വരുന്ന ഇന്ത്യ ഒട്ടാകെ ഉള്ള കളക്ഷനും അതുപോലെ തന്നെ ഓവർസീസ് റൈറ്റും നിർബന്ധമായിട്ടും ചേർക്കണം. അതിപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ ആധികാരികമായിട്ട് സാക്മിൽക്ക് പോലുള്ള ട്രാക്കർമാർ അവരുടെ വെബ്സൈറ്റിൽ കൂടെ അവർ കൃത്യമായിട്ട് പുറത്തു വിടുന്നുണ്ട്. ആ കണക്ക് വെച്ചെങ്കിലും സുരേഷ് കുമാറിന് ഒരു സിനിമയുടെ കളക്ഷൻ പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഒരു പരാജയമായി മാറി എന്ന് ഒരിക്കലും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഇവരെ പോലുള്ള ആൾക്കാർ സിനിമ നിർമ്മിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി സിനിമ നിർമ്മിക്കാൻ സാധ്യതയില്ലാത്തപ്പം, ഇനി അതും അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂക്ക ലാലേട്ടനെ പോലുള്ള വലിയ നടന്മാരുടെ ഡേറ്റ് കിട്ടാൻ സാധ്യതയില്ലാതിരിക്കുമ്പം, അല്ലെങ്കിൽ ഇനി അടുത്ത കാലത്തൊന്നും വലിയ മറ്റൊരു താരത്തിനെ പോലും നായകന്മാരാക്കി ഇവർ സിനിമ നിർമ്മിക്കാൻ യാതൊരുവിധ സാധ്യതയില്ലെന്ന് അവർക്ക് തന്നെ അറിയാവുന്ന സാഹചര്യത്തിൽ മലയാള സിനിമയ്ക്ക് ഒന്നാകെ ഉള്ള
എന്നുള്ള ചീത്തപ്പേര് കേൾപ്പിക്കാനും നിർമ്മാതാക്കളെ എല്ലാം പേടിപ്പിച്ചോടിക്കാനും മലയാള സിനിമ മൊത്തത്തിൽ തകർച്ചയുടെ വക്കലാന്ന് മറ്റുള്ള ഭാഷകളിലേക്ക് ഇന്ത്യ ഒട്ടാകെ അത്തരത്തിലുള്ള ഒരു പ്രചരണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. കാര്യം ഒരു നല്ല ഉദ്ദേശം ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓവർസീസ് റൈറ്റും ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷൻ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയനായിരുന്നു. വളരെ നിർഭാഗ്യകരമാണെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. താങ്ക് യു.